വെറും ഒരു ഫ്രൂട്ട്സ് കച്ചവടക്കാരൻ്റെ മകൻ എങ്ങനെയാണ് 500 കോടിയുടെ ഐസ്ക്രീം കമ്പനി സ്ഥാപിച്ചത്? അപ്പോൾ ഇതുപോലുള്ള ബിസിനസ് സ്റ്റോറീസിനെ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. സ്റ്റോറിയിലേക്ക് കടക്കാം. 1954 കർണാടകയിലെ മുൾക്കി എന്ന സ്ഥലത്താണ് രഘുനന്ദൻ കാമത്ത് ജനിക്കുന്നത്. അദ്ദേഹത്തിന്റെ അച്ഛൻ ഒരു പഴക്കച്ചവടക്കാരനായിരുന്നു. 10ാം ക്ലാസ്സിലെ പരാജയത്തിന് ശേഷം രഘുനന്ദൻ തന്റെ മാതാപിതാക്കളോടൊപ്പം മുംബൈയിലേക്ക് കുടിയേറി. അവിടെ സഹോദരന്റെ ഒരു ചെറിയ സൗത്ത് ഇന്ത്യൻ ഹോട്ടലിൽ അദ്ദേഹം ജോലി ചെയ്ത് പോവുകയായിരുന്നു. ആ സമയത്താണ് രഘുനന്ദൻ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. നല്ല എരിവുള്ള ഭക്ഷണത്തിന് ശേഷം അവിടെയുള്ള ആളുകൾ പതിവായി ഐസ്ക്രീം കഴിക്കാൻ പോകുന്നുണ്ടെന്ന് അയാൾ ശ്രദ്ധിക്കുകയാണ്. എന്നാൽ അന്ന് മാർക്കറ്റിൽ ലഭിച്ചിരുന്ന ഐസ്ക്രീമുകൾ ആർട്ടിഫിഷ്യൽ കളറും ഫ്ലേവറും ഷുഗറും നിറഞ്ഞതായിരുന്നു. അതിനാൽ താൻ റിയൽ ഫ്രൂട്ട്സും മിൽക്കും ഉപയോഗിച്ചുള്ള ഐസ്ക്രീം ഉണ്ടാക്കി വിൽക്കുമെന്ന് രഘുനന്ദൻ തീരുമാനിക്കുകയാണ്. തന്റെ ഈ സ്വപ്നം സാക്ഷാത്കരിക്കാൻ അദ്ദേഹം ബന്ധുക്കളിൽ നിന്ന് 3 ലക്ഷം രൂപ കടം വാങ്ങി മുംബൈയിലെ തന്റെ ആദ്യത്തെ ഐസ്ക്രീം പാർലർ ആരംഭിച്ചു. പക്ഷേ ഒരു പ്രശ്നമുണ്ടായിരുന്നു. ആളുകൾ വെറും ഐസ്ക്രീം കഴിക്കാൻ വേണ്ടി മാത്രം തന്റെ കടയിലേക്ക് വരുന്നില്ലായിരുന്നു. പക്ഷേ രഘുനന്ദൻ തളരുന്നില്ല. അദ്ദേഹം പാവ് ബജിനെ പ്രധാന വിഭവമായി കടയിൽ വിൽക്കാൻ തുടങ്ങി. പാവ് ബജി കഴിച്ചതിന് ശേഷം ആളുകൾ അദ്ദേഹത്തിന്റെ റിയൽ ഫ്രൂട്ട്സ് ഐസ്ക്രീം പരീക്ഷിക്കുകയാണ്. ആളുകൾക്ക് രഘുനന്ദന്റെ ഈ ഐസ്ക്രീം വളരെയധികം ഇഷ്ടപ്പെടുകയാണ്. പിന്നീട് രഘുനന്ദന് തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല. ഈവൻ അമിതാഭ് ബച്ചൻ പോലുള്ള സെലിബ്രിറ്റി വരെ അദ്ദേഹത്തിന്റെ കടയിൽ ഐസ്ക്രീം കഴിക്കാൻ എത്തുകയാണ്. ഇങ്ങനെ തുടക്കം കുറിച്ചാണ് നാം ഇന്ന് കാണുന്ന നാച്ചുറൽസ് ഐസ്ക്രീം. ഇന്ന് ഇന്ത്യ മുഴുവൻ 150ഓളം ഔട്ട്ലെറ്റുകൾ ഇവർക്കുണ്ട്. 500 കോടി രൂപയാണ് ഇവരുടെ ടേൺ ഓവർ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. സീ യു ടുമോറോ.